إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 46-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. മിനല്ലദീന ഹാദു, യഹൂദരിൽ നിന്നുള്ള ഒരു വിഭാഗം ആൾക്കാർ, യഹദിഫൂനൽ കലിമ, അവർ വാക്കുകളെ തെറ്റിച്ചു കളയുന്നു, അൻ മവാദിഇഹി, അതിന്റെ സ്ഥാനങ്ങളിൽ നിന്നും തെറ്റിച്ചു കളയുന്നു എന്ന് പറഞ്ഞാൽ അവർ വാക്കുകളെ അസ്ഥാനത്ത് ഉപയോഗിക്കുകയാണ്. വയഖൂലൂന, അവർ പറയുന്നു, സമിഅനാ വഅസൈനാ, ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, വഅസൈനാ എന്ന പദം അവർ വളരെ പതുക്കെ പറയും, മനസ്സിലാകാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ അത് അത്അന എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ വളച്ചുകൊണ്ട് പറയും. നോക്കൂ, വസ്മഅ ഗൈറ മുസ്മഇൻ, വസ്മഅ നിങ്ങൾ കേൾക്കുവിൻ, ഗൈറ മുസ്മഇൻ കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുമെന്ന് പറയും. അത് നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ കേൾക്കരുത് എന്ന രൂപത്തിലുള്ള അർത്ഥത്തിലാണ് അവർ ഉപയോഗിക്കുക. അതേസമയം അതൊരു പ്രാർത്ഥനാ രൂപത്തിലുണ്ട്. കേൾക്കാൻ പാടില്ലാത്തതൊന്നും കേൾക്കാൻ ഇടവരുത്തരുതേ എന്നൊരു പ്രാർത്ഥനാ രൂപത്തിലും അത് നല്ല രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതിനെയാണ് അവർ വളച്ചൊടിക്കുന്നത്. വറാഇനാ, ഞങ്ങളിലേക്ക് നോക്കേണമേ, അല്ലെങ്കിൽ ഞങ്ങളെ പരിഗണിക്കണമേ എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ വിഡ്ഢി എന്നൊരു ദ്വയാർത്ഥവും അതിനുണ്ട്. ആ അർത്ഥമാണ് യഹൂദർ ഉപയോഗിക്കുക. അവരുടെ നാവുകളെ വളച്ചൊടിച്ചുകൊണ്ട്, ദീനിൽ അതിക്രമം കുത്തിപ്പറഞ്ഞുകൊണ്ടും അവർ ഇത്തരം വാക്കുകളെ പ്രയോഗിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. വലൗ അന്നഹും, അവർ ആയെങ്കിൽ, ഖാലൂ പറയുന്നവരായെങ്കിൽ, എങ്ങനെ പറയുന്നവർ, സമിഅനാ വഅതഅനാ, ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്നല്ലേ അവർ പറയേണ്ടിയിരുന്നതെന്നാണല്ലോ പറയുന്നത്. വസ്മഉ, ഞങ്ങൾ കേൾക്കൂ, വൻദുർനാ, ഞങ്ങളിലേക്ക് നോക്കൂ, അല്ലെങ്കിൽ ഞങ്ങളെ പരിഗണിക്കൂ എന്ന് റഅയ്ന എന്നതിന് പകരം അവർ വൻദുർനാ എന്നല്ലേ പറയേണ്ടിയിരുന്നെന്നാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. ലകാന ഖൈറൻ ലഹും, അങ്ങനെയെങ്കിൽ അവർക്ക് ഗുണകരമാകുമായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. വഅഖ്വമ, ഏറ്റവും ചൊവ്വായതുമാകുമായിരുന്നു. വലാകിൻ, പക്ഷേ, ലഅനഹുമുല്ലാഹു, അല്ലാഹു ശപിച്ചിരിക്കുന്നു, ബികുഫ്രിഹിം, അവരുടെ അവിശ്വാസം നിമിത്തം, വലാ യുഅ്മിനൂന ഇല്ലാ ഖലീല, അവരിൽ നിന്നും വളരെ കുറച്ചു പേരല്ലാതെ വിശ്വസിക്കുകയില്ല എന്നാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.